ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. ഇന്നൊരു അടിപൊളി റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ചെമ്മീൻ മജ്ബൂസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് ചെമ്മീൻ മജ്ബൂസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഒരു പാൻ എടുത്ത് അത് ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ഈ മജ്ബൂസിലെ ഒറ്റൊരു പാത്രത്തിലാണ് ഉണ്ടാക്കുന്നുള്ളത്. വേറെ കുറേ പാത്രമൊന്നും എടുത്ത് നമ്മൾ ഫുഡ് ആക്കലല്ല. ഇപ്പോൾ ബിരിയാണി ഉണ്ടാക്കുമ്പോഴും ഇങ്ങനെ എന്തുണ്ടാക്കുമ്പോഴും നമ്മളിങ്ങനെ കുറേ പാത്രങ്ങളെല്ലാം എടുത്തല്ലേ ഉണ്ടാക്കുന്നത്, ഫ്രൈ ചെയ്യാനും അങ്ങനെ ഇങ്ങനെയെല്ലാം ആയിട്ട്. പക്ഷേ ഇത് ഒറ്റൊരു പാത്രത്തിലാണ് കേട്ടോ ഈ മജ്ബൂസ് ഉണ്ടാക്കുന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റുന്ന. ഇപ്പോൾ ഇതാ നല്ലപോലെ നെയ്യ് ചൂടായതിന് ശേഷം ഇതിലേക്ക് ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കുക. നമ്മളതിലുള്ള എല്ലാ സ്പൈസസും കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ സ്പൈസസ് എല്ലാം ഒന്ന് ചൂടായിട്ട് വരണം. അങ്ങനെ ഇപ്പോൾ ആ സ്പൈസസ് എല്ലാം ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ 2 മീഡിയം സൈസിലുള്ള ഒന്ന് സ്ലൈസ് ചെയ്തെടുത്തതാണ് കേട്ടോ. കുറച്ച് തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുത്ത് 2 ഉള്ളി ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ബിരിയാണിയെല്ലാം വെക്കുന്ന ടൈമിൽ നമ്മൾ കുറേ ഉള്ളിയും തക്കാളിയും അങ്ങനെയെല്ലാം ഇട്ടിട്ടല്ലേ ഉണ്ടാക്കുന്നുള്ളത്. പക്ഷേ ഇതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ. കുറച്ച് ഇൻഗ്രീഡിയൻസ് ആണെങ്കിലും ഇല്ലേ നല്ല ടേസ്റ്റും തന്നെയാണ്. നമ്മൾ ബിരിയാണിയെല്ലാം കുറേ ടൈം പിടിച്ചുണ്ടാക്കുന്ന ഒരു സംഭവമല്ലേ, അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റുന്നതാണ് കേട്ടോ ഇത്. ഇപ്പോൾ ഇതാ ഉള്ളിയെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതുപോലെ ഉള്ളിയിലൊന്ന് കളറ് ചേഞ്ച് ആയിട്ട് വരണം കേട്ടോ. അധികം അങ്ങനെ വഴറ്റി ഡ്രൈ ആക്കി എടുക്കണ്ട. ഇങ്ങനെ ഒരു കളർ ചേഞ്ച് ആയിട്ട് വരുന്നില്ലേ ഉള്ളിയിലൊന്ന് വഴറ്റി വരുമ്പോൾ. ഇനി ഇതിലേക്ക് ജിഞ്ചറും ഗാർലിക്കും പച്ചമുളകും കൂടി ഒന്ന് ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട്. മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ. അതൊരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ പച്ചമണമൊന്ന് മാറുന്നവരെ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നല്ലപോലെ കഴുകി വൃത്തിയാക്കി ചെമ്മീനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ കുറച്ച് വലിയ സൈസിലുള്ള ചെമ്മീൻ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇങ്ങനത്തെ ചെമ്മീനാണ് കേട്ടോ നല്ലത്. ഇപ്പം ബിരിയാണി വെക്കുമ്പോഴും ഇങ്ങനെ മജ്ബൂസ് ആക്കുമ്പോഴെല്ലാം ചെറിയ ചെമ്മീനെക്കാട്ടും നല്ലത് കുറച്ച് നല്ല വലുതല്ല, ഇങ്ങനെ ഒരു മീഡിയം സൈസിലുള്ള ചെമ്മീനില്ലേ ഇതായിരിക്കും കേട്ടോ കുറച്ച് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുന്നത്. ഇനി ചെമ്മീനെല്ലാം ഒന്ന് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ ഒരു വൈറ്റ് കളറായിട്ട് വരുന്നില്ല ഇതുപോലെ. ഈ ടൈം ആകുമ്പോൾ ഇതിലേക്ക് ടൊമാറ്റോൻ്റെ പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ റെഡിമെയ്ഡ് പേസ്റ്റാണ് കേട്ടോ യൂസ് ചെയ്യുന്നുള്ളത്. അല്ലെങ്കിൽ ടൊമാറ്റോ 2 നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പേസ്റ്റാക്കി എടുത്താലും മതി. ഞാനിപ്പോൾ ഇതൊരു 3-4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ തക്കാളി ഇടുന്നതിനെക്കാട്ടും ഈ ടൊമാറ്റോൻ്റെ പേസ്റ്റ് ഇട്ടാലാണ് കേട്ടോ മജ്ബൂസിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്കുള്ള പൊടികളെല്ലാം ഇട്ട് കൊടുക്കുക കേട്ടോ. അത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക, നമ്മളെ ഫ്ലേവറിനനുസരിച്ചിട്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് മാത്രം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് മുളക് പൊടി കുറച്ചിട്ടാൽ മതി കേട്ടോ, ഓവറായിട്ട് ഇട്ടാൽ ടേസ്റ്റേ മാറും ഇതിൻ്റെ. പിന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗരം മസാലയും പെപ്പർ പൗഡറും പിന്നെ ഇതിലേക്ക് കുറച്ച് ബിരിയാണി മസാലയും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിന്. നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇതിൽ പൊടികൾക്ക് മാറ്റം വരുത്താം കേട്ടോ. നിങ്ങളെ ഇഷ്ടം അനുസരിച്ചിട്ട് നമ്മൾ ടേസ്റ്റിനും മാറ്റം വരുത്താം.
പൊടികളെല്ലാം ഇട്ടതിന് ശേഷം അതിൻ്റെ ആ ഒരു പച്ചമണമില്ലേ അത് മാറുന്നവരെ നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. ശരിക്കും ഈ മജ്ബൂസിനെ നമുക്ക് വേണമെങ്കിൽ മടിയും ബിരിയാണി എന്നെല്ലാം വിളിക്കാം കേട്ടോ. നമ്മൾ മടി പിടിച്ച ടൈമിലും പിന്നെ നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ വീട്ടിൽ ഗസ്റ്റെല്ലാം വന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കാനെല്ലാം പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ് കേട്ടോ ഇത് നമുക്ക് ചിക്കനിലും ഉണ്ടാക്കാം, ബീഫിലും ഉണ്ടാക്കാം, നമുക്ക് ഇഷ്ടമുള്ള എന്തിലും ഉണ്ടാക്കാം കേട്ടോ. പക്ഷെ ചെമ്മീനാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് മജ്ബൂസ് ഉണ്ടാക്കുന്ന ടൈമിൽ. പിന്നെ ചെമ്മീൻ കഴിഞ്ഞാൽ പിന്നെ ചിക്കനും ഇതുപോലെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നു കേട്ടോ. ഇനി ഇതിലേക്ക് നല്ലപോലെ കഴുകി വൃത്തിയാക്കി അരിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇത് ഈ ചെമ്മീനിലേക്ക് ഈ റൈസിൽ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി റൈസിന് ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ 1 കപ്പ് അരിക്ക് 1/4 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നുള്ളത്. അത് ഓരോ അരിക്കും ഓരോ ചേഞ്ച് ആയിരിക്കും. ഞാനിപ്പോൾ 1 കപ്പ് അരിക്ക് 1/4 വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിത് കുക്കറിലും ഉണ്ടാക്കാം കേട്ടോ. കുക്കറിലും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. വെറും 2 വിസിൽ മാത്രം മതി ഇത് കുക്കറിൽ ഉണ്ടാക്കുന്ന ടൈമിലെങ്കിൽ. കുക്കറിൽ ഉണ്ടാക്കാനും ഈസി തന്നെയാണ് കേട്ടോ. ഇനി ഇത് ഒന്ന് അടച്ച് വെച്ച് ആദ്യത്തെ ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ടൊന്ന് ഇത് തിളച്ച് വരുന്ന ടൈമിൽ പിന്നെ ലോ ഫ്ലെയിമിൽ വെക്കുക കേട്ടോ. അങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് റൈസെല്ലാം ഒന്ന് കുക്കാക്കി എടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല കേട്ടോ. ആദ്യം ആ തിള വരുന്ന ആ ടൈം വരെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെക്കുക. പിന്നെ തിളയെല്ലാം വരുന്ന ടൈം കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ കുക്ക് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ വേഗം അടിയിൽ പിടിക്കും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് റൈസെല്ലാം പെർഫെക്റ്റായിട്ട് കുക്കാക്കിയെടുക്കുക. അങ്ങനെ ഇതാ നല്ല അടിപൊളി ടേസ്റ്റുള്ള ചെമ്മീൻ മജ്ബൂസ് റെഡിയായി. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ചൂടോട് കൂടി കഴിക്കുന്നതിനെക്കാട്ടും കുറച്ച് ചൂടാറിയിട്ട് കഴിക്കുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതല്ലേ. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണേ. പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. ഇനി മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഓക്കെ, ബൈ.